നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഷൈനിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഏറ്റുമാനൂർ റെയിൽവേ ട്രാക്കിൽ ചിന്നിച്ചിതറിയ ഷൈനിയെയും മക്കളെയും സംബന്ധിച്ച് ധാരാളം ന്യൂസുകൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തന്നിരുന്നു. കുറച്ച് ഇനിയിപ്പോൾ അത് മാറി നിർത്താമെന്ന് കരുതുമ്പോഴൊക്കെ ധാരാളം വീട്ടമ്മമാരും ചേട്ടന്മാരും ഒക്കെ ഞങ്ങളെ നിരന്തരം വിളിക്കുകയും ഞങ്ങളോട് വളരെ സങ്കടകരമായിട്ട് അവരുടെ ഹൃദയഭേദകമായ കാര്യങ്ങൾ ഞങ്ങളോട് ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. അവരെന്നും പറയുകയാണ്, നിങ്ങൾ ഡെയിലി ഒരു ന്യൂസ് ഷൈനിയുമായിട്ട് ബന്ധപ്പെട്ട് ഇടണം, ഈ കേസ് മരിക്കാൻ പാടില്ല. നിങ്ങളൊക്കെ ഈ വാർത്തയിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണവർ, അവർക്ക് വളരെ സ്വാധീനമുണ്ട്. അതിനുശേഷം നിങ്ങളൊക്കെ വാർത്ത നിർത്തുന്നതോടുകൂടി അവരിറങ്ങുകയും നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് അവർ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ ന്യൂസിൽ തന്നെ നിൽക്കണം എന്ന് ഞങ്ങളോട് പറയാറുണ്ട്. അങ്ങനെ ധാരാളം വീട്ടമ്മമാർ ഞങ്ങൾക്ക് ഇട്ട് തന്ന വീഡിയോകളുടെ വോയിസ് അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. ആ ശബ്ദമാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അത് നിങ്ങൾ കേട്ടു നോക്കണം. വളരെ ഹൃദയഭേദകമാണ്. വളരെ ഇതേപോലെ തന്നെ ഭർത്താവിൻ്റെ ക്രൂര പീഡനം കൊണ്ട് സഹിക്കവയ്യാതെ കുട്ടികളെയും എടുത്തുകൊണ്ട് വീട്ടിൽ പോയി ഗൾഫിൽ പോയി ജോലി നേടി 2 കുട്ടികളെ വളർത്തി വലുതാക്കിയ ഒരു കഥ ആണ്. വളരെ ഒരു കഥയാണ് ആ സ്ത്രീക്ക് പറയാനുള്ളത്. അവരാണ് ഇന്നലെ ഞങ്ങളോട് സംസാരിച്ചത്. ഇന്ന് മറ്റൊരു സ്ത്രീ സംസാരിച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസം കേൾക്കാം. ഏതായാലും ഈ കൊച്ചിയിലെ ഈ സ്ത്രീ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ കണ്ണ് നനയിക്കാതിരിക്കട്ടെ. ഏതായാലും കേട്ടു നോക്കുക. അവനും കൊടുക്കണം. അവന് ഇത് മാത്രമല്ല കൊടുക്കാൻ പാടില്ല, അവന് മരണശിക്ഷയാണ് അവനും കൊടുക്കേണ്ടത്. പിന്നെ കുഞ്ഞുങ്ങളല്ലേ മരിച്ചത്. അതെ അതെ, അവന് 9 മാസമായിട്ട് അവൻ ആ ചെലവിന് കൊടുക്കാഞ്ഞത് അറിയണത്. കള്ളനാണ് അവൻ. അയാളും കള്ളനാണ്. എന്റെ തന്തയിലും മൂത്തതായിരിക്കും, എങ്കിലും എനിക്ക് തന്തയെന്ന് പറയാനായിട്ട് തന്നെ അറപ്പാകുന്നു. ഇങ്ങനെയുള്ള അപ്പനും അമ്മയുമാണ്. അവരെ 10 മാസം ചുമന്നതല്ലേ. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു ആ തള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്, ഷൈനിയുടെ അമ്മ. അയാളും നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു. അയാളുടെ മോളല്ലേ. ആങ്ങളമാരി വന്നിട്ട് എവിടെ, അനിയൻ ഇവർക്ക് എവിടെ? ഇവര് രണ്ടുപേരെ മാത്രമേ വേറെ. എന്റെ ആങ്ങളെയൊക്കെ ആണെങ്കിലേ അവനെ വെച്ചേക്കൂലായിരുന്നു. അത്ര ദുഷ്ടനാണ് അയാൾ. എനിക്ക് അയാളെ കൊണ്ടില്ലേ അയാളെ കൂടി ശിക്ഷിച്ചാലേ സന്തോഷമാവുള്ളു. അതേപോലെ ആങ്ങളമാര് 2 പേരുണ്ടാകും. പോയെന്ന് അന്ന് തന്നെ പോയെന്ന്. പെങ്ങള് മാത്രമല്ലല്ലോ, 2 കുട്ടികൾ പോയില്ലേ. അവരൊക്കെ എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങണ്. അച്ഛനാണെങ്കിൽ അച്ഛൻ ചെയ്തതും തെറ്റാ. അയാളൊരു വൈദ്യനായിട്ട് ഇരുത്താൻ പാടില്ല പള്ളിയിൽ. ആ ഇടവക തന്നെ നശിപ്പിക്കണം അയാള്. അതൊക്കെയാണ് ഞാൻ കേട്ടിട്ട് കുറെ ദിവസം ഞാൻ ഇങ്ങനെ വിളിക്കണമെന്ന് ഓർക്കണം. ഇങ്ങനെയൊക്കെ ഞാനും ആ ഒരു ഇതിൽ പെട്ടതാ. എന്റെ ഭർത്താവ് വീട്ടിൽ 12 വർഷമായി. 3 കുട്ടികളുണ്ട്. പക്ഷെ ഞാൻ മരിക്കാനൊന്നും ശ്രമിച്ചില്ല. എന്റെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ഗൾഫിൽ പോയി. എന്റെ മകളെ കെട്ടിച്ച് 2 പിള്ളേരുണ്ട് ഇവിടെ എന്റെ കൂടെ. ഞങ്ങൾ 3 പേരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണേ. ഇതേപോലെ തല്ലും മേടും ഒക്കെ ആയിരുന്നു. മതിയായി കഴിഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് വെച്ചു. ഡൈവേഴ്സ് ആയിട്ടില്ല, എന്നാലും ഞാൻ സെപ്പറേറ്റ് ആക്കി. എന്റെ മക്കളെ ഞാൻ വളർത്തി. എന്റെ കൂടിപ്പറപ്പ് ഞാൻ 5 പെൺപിള്ളേരാ. 1 പോയാൽ 1 ഉണ്ടല്ലാന്ന് എന്റെ അമ്മ ചിന്തിച്ചില്ല. 1 പോയപ്പോ 1 ഉണ്ടല്ലാന്ന് അവര് ചിന്തിച്ചിട്ടാണ് അവരാ ചതി ചെയ്തത് ആ പിള്ളേരോട്. അവരുടെ മൂത്ത മോളാണ്, അവര് ആദ്യമായിട്ട് കണ്ട മോളാണത്. ഒരിക്കലും അവര് ചെയ്യാൻ പാടില്ല. പിള്ളേരെ കെട്ടിച്ചു കഴിഞ്ഞാൽ അവകാശമില്ല, വീട്ടിൽ അവകാശമില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ഹിന്ദുവിലാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ശരി, പെൺപിള്ളേരെ കെട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവകാശം, നമ്മുടെ വീടിനോട് അവകാശം, നമ്മുടെ മരണം വരെ നമുക്ക് അവകാശം ഉണ്ട് ആ പിള്ളേരോട്. അവർക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ അന്വേഷിക്കാൻ പോവാൻ, നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അത് ചെയ്തു കൊടുക്കുക. അത് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്ന പരിഹരിച്ചു കൊടുക്കുക. സെപ്പറേറ്റ് ആക്കണ്ടേ സെപ്പറേറ്റ് ആക്കുക. അല്ലാതെ ഇങ്ങനെ തള്ളിക്കളയരുതായിരുന്നു അയാള്. അയാൾ അറിഞ്ഞില്ല. അയാളുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയിട്ട്, അറിഞ്ഞില്ല എന്ന് പറഞ്ഞാല് ഈ അമ്മയും മക്കളും ഇറങ്ങിപ്പോയിട്ട് അയാൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അയാൾ തന്തയാണോ? ആ കുഞ്ഞുങ്ങള് മരിക്കാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അതുങ്ങൾ പോണത്. സഹിക്കാൻ പറ്റുമോ? അതുങ്ങളെ 3 കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എന്തോരം പ്രയാസം ഉണ്ടാവും. നമ്മത് മനസ്സിൽ ഓർക്കണേന്ന്. എന്തോരം സഹിയില്ലാതെ എപ്പോഴാണ് ആ കുട്ടി അങ്ങനെ ചെയ്തതെന്ന്. പിന്നെ കൊണ്ടുപോയതിൽ 2 കുട്ടികളെയും കൂടി കൊണ്ടുപോയത് ഷൈനി ആ പാർട്ട് കൊടുക്കണം. ഷൈനിക്ക് എന്താണെന്നാ ആ കുട്ടികളെ ഭൂമിയിൽ ഇട്ടിട്ടും പോയില്ല. ആർക്കും ആർക്കും നശിപ്പിക്കാൻ ഇട്ട് കൊടുത്തില്ല. അതുങ്ങളെയും കൂടി കൊണ്ടുപോയി. അത് നല്ല കാര്യമാണ് കുട്ടി ചെയ്തത്. അതിലൊരു പുണ്യമുണ്ട്.
കാരണം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു തെറ്റ് പറ്റിയെന്നുള്ള ചിന്തയിലായിരിക്കും ആൾക്കാർ ധരിക്കാൻ പോണത്. പിന്നെ ഷൈനെ കുറിച്ച് നല്ല അഭിപ്രായം എല്ലാരും പറയണോണ്ട് ഒന്നും കേൾക്കാനില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിൽ പറയാൻ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി, പിന്നെ ഷൈനിക്ക് ചീത്തപ്പരായിരിക്കും. പക്ഷെ ആ കുട്ടി നല്ലതാണ്, ഇന്നും നല്ല അയലന്തരക്കാരെല്ലാരും പറയണോണ്ട് അതിനെ അങ്ങനെ സ്വർഗത്തിലേ പോവുള്ളത്. മാലാക കുട്ടികളല്ലേ അതുങ്ങ, 11 വയസ്സല്ലേ അതുങ്ങ, മാലാക കുട്ടികൾ അതുങ്ങ. ശരി, അയാൾ മറന്നു പോണില്ല. അയാൾ മറക്കാൻ പറ്റുമോ അയാൾക്ക്? അയാൾ മരിച്ച് 6 അടി മണ്ണിന്റെ അടി പോയാൽ പോലും അയാൾ മറക്കാൻ പറ്റൂല അയാൾക്ക്. ഞങ്ങളെ സംബന്ധിച്ചൊക്കെ അങ്ങനെയാണ്. ഞങ്ങളുടെ പേരക്കുട്ടികളെയൊക്കെ ചിരി കാണുമ്പോ ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ്. അയാൾ നിലത്തിരുത്തി TV കാണിക്കണമെന്ന്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മേശപ്പുറത്തിരുന്നാണ് സർക്കസ് കളിക്കണത്. ഞങ്ങളുടെ മക്കള് പേരക്കുട്ടികള്. എന്ത് ദുഷ്ടനാണ് ആ മനുഷ്യൻ. അയാളെയൊക്കെ തന്തേന്ന് വിളിക്കാൻ പാടില്ല. അത് പറയാൻ വേണ്ടി വിളിച്ചാണ് സാറേ. ശരിയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ സമാധാനം കിട്ടില്ല. പിന്നാണ് എനിക്ക് ശരിക്കും സമാധാനം കിട്ടിയത്. ആരെങ്കിലും ഒരാളെങ്കിലും പറയണ്ടേ. അതെ, എനിക്ക് മനസ്സിലായി. കാരണം നിങ്ങൾ 3 കുട്ടികളെ കൊണ്ട് പറന്നുയർന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾ. അതെല്ലാം വെട്ടിപ്പിടിച്ചതാണ്. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ എന്റെ ഒരു പിടുത്തം കൊണ്ടല്ല. എന്റെ കൂടിപ്പിറപ്പുകള് എന്റെ അപ്പനില്ല, അപ്പം മരിച്ചു പോയിട്ട് 30 വർഷം കഴിഞ്ഞ്. എന്റെ അമ്മയുടെ എന്റെ കൂടിപ്പിറപ്പുകളുടെ സന്ധിപ്പുകൊണ്ട് ഞാൻ ജീവിച്ചതാണ്. അല്ലെങ്കിൽ ഇതേപോലെ സൈന് ചെയ്യുന്ന പോലെ ഞാൻ പണ്ടേ ചെയ്യേണ്ടത്. 2 പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി, 1 പ്രാവശ്യം കൊടുക്കിട്ട് 1 പ്രാവശ്യം ഗുളിക കഴിച്ച്, ഈ 2 പ്രാവശ്യം ഞാൻ ചെയ്തതാ മരിക്കാൻ വേണ്ടി. അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതാ. ഇനി എനിക്ക് മരിക്കാൻ പാടില്ല, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കണമെന്ന് കരുതി ഞാൻ ആ വ്യക്തിയെ കളഞ്ഞതാ. ഈ ഭർത്താവുമായിട്ടുള്ള സമയത്താണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചത്? അതെ അതെ അതെ. അതിനുശേഷം ഒരു ഉറപ്പോടെ തീരുമാനത്തോടെ മുന്നോട്ട് പോയി. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്റെ മക്കള് കാര്യം ഉണ്ടാവൂലായിരുന്നു. അതെന്താ, മദ്യപാനിയായിരുന്നോ? എന്തായിരുന്നു? നിങ്ങളെ ഇങ്ങനെ മർദ്ദിക്കുമായിരുന്നോ? ഇല്ല, മർദ്ദിക്കും. ഭയങ്കര മർദ്ദനാണ്. കല്യാണം കഴിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ തൊട്ട് ഇടിയാണ്. അത് പോണവരെ ഉണ്ടായിരുന്നു. പേടിച്ചാണ് ഞാൻ ഗൾഫിൽ പോയത്. പക്ഷെ അതിന് ആരെങ്കിലും ഒന്ന് കൈപിടിച്ച് കയറ്റിയിരുന്നെങ്കിൽ അത് രക്ഷപ്പെട്ടു പോയേനെ.